വെൽക്കം ബാക്ക് ടു എസ്തെറ്റിക് മാസൻറി. അപ്പോൾ നിങ്ങളിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഞാനൊരു UV റെസിൻ പെൻഡൻറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിലുള്ള ഡ്രൈ ഫ്ലവർ നമ്മൾ സിലിക്കയൊന്നും വെച്ച് ഡ്രൈ ചെയ്തതല്ല, ഞാൻ അല്ലാതെ സൂക്ഷിച്ച് വെച്ച് എൻ്റെ ഒരു പ്രിയപ്പെട്ട മെമ്മറിയാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഭയങ്കര ഫാസ്റ്റപ്പായിട്ടൊന്നുമല്ല ഞാൻ ഇത്രയും ടൈം എടുത്ത് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, ഈ ടേപ്പ് തിരിച്ചല്ലേ ഒട്ടിക്കേണ്ടതെന്ന്. അതായത് ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. അപ്പുറത്തെ സൈഡ് പശയുള്ള ഭാഗം ഒട്ടിച്ചപ്പോഴത്തേക്കും അത് സ്റ്റിക്കി ആയിട്ട് ഇളകി വരുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ കുറേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ടേപ്പ് ഒട്ടിക്കുക. ഈ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ പുറത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പെൻഡൻ്റ് ആണെങ്കിൽ പെൻഡൻറ്റ്, വേറെ എന്തെങ്കിലും സാധനമാണെങ്കിൽ അത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് മസ്റ്റായിട്ടും ഫസ്റ്റ് ലെയർ ഓഫ് റെസിൻ തിന്നായിട്ട് ഒഴിച്ച്, അതായത് നമ്മൾ വെക്കുന്ന പെൻഡൻറ്റിൻ്റെ ബോർഡറിലൊക്കെ ആകത്തക്ക രീതിക്ക് പെൻഡൻറ്റ് ഫിക്സ് ചെയ്ത് വെച്ച് റെസിൻ അതിലോട്ട് ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം നിങ്ങൾ ഡ്രൈ ചെയ്യുക. അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ നെയിലൊക്കെ ഡ്രൈ ചെയ്യുന്ന ആ ഒരു UV ലൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. ദെൻ ഞാനൊരു 2 ടൈംസ് ചെയ്യുന്നുണ്ട്, അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം UV ഡ്രൈ ചെയ്താലും മതി. അപ്പോൾ ഇത് ഞാൻ ഇളക്കുന്നുണ്ട്. ഇളക്കിയപ്പോഴത്തേക്കും എനിക്ക് അടിയിലൊരു സ്റ്റിക്കിനെസ് തോന്നി. സോ ഞാൻ അതിനെ തിരിച്ചിട്ടിട്ട് ഒന്നും കൂടെ അതിൻ്റെ പുറത്ത് റെസിൻ ഒഴിച്ച് ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാം, ഫസ്റ്റ് ലെയർ നിങ്ങൾ ഒഴിച്ച്, അതായത് റെസിൻ മാത്രം ഫസ്റ്റ് ലെയർ ഒഴിച്ച് UV ഡ്രൈ ചെയ്യുക. എന്നിട്ട് സെക്കൻഡ് നിങ്ങൾക്ക് ഡ്രൈ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഡ്രൈ ഫ്ലവേഴ്സ് വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റോൺസോ ഫോയിൽ പേപ്പേഴ്സോ അങ്ങനത്തെ സാധനങ്ങൾ റെസിനിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിക്കാം. അല്ല എങ്കിൽ റെസിൻ ചെറുതായിട്ടൊന്ന് ഒഴിച്ചതിന് ശേഷം അതിൽ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡിസൈൻസ് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുക, അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ കണ്ടോ, ബാക്ക് സൈഡ് നമുക്ക് ആ ഒരു സ്റ്റിക്കിനെസ് ഫീൽ ആവുന്നില്ല. പിന്നെ ഒരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഒരു കോട്ട് റെസിന് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഡബിൾ സൈഡ് പെൻഡൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ചും മറിച്ചുകൂടാം. വേണമെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ വേറെ എന്തെങ്കിലും വെച്ച് അതൊക്കെ നമ്മുടെ ഐഡിയപരമായിട്ട് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഐഡിയ വെച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇനി സെക്കൻഡ് മെത്തേഡ് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കി ഭാഗത്ത് വെച്ച് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാനത് ട്രയൽ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ പലരും സാധനങ്ങൾ വാങ്ങിച്ച റെസിൻ മെറ്റീരിയൽസ് നമ്മൾ വാങ്ങി ഒന്നാമത്തെ കാര്യം അത് എക്സ്പെൻസീവാണ്. വാങ്ങി ചെയ്ത് പഠിക്കാനുള്ള ആ ഒരു സാവകാശവും ക്യാഷും ഒന്നും ആരെ കയ്യിലും കാണത്തില്ല. സോ ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്കൊരു കാര്യം വാങ്ങിച്ചു, അത് വെച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ട്രൈ ഇൻ അനദർ വേ. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇപ്പോൾ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിക്ക് ആ ടേപ്പ് ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ ഓഫ് റെസിൻ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ UV ലൈറ്റ് വെച്ച് അതിനെ ഡ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് റെസിൻ ഒഴിച്ചു, അതിലോട്ട് ഞാനിപ്പോൾ സ്റ്റോൺസും ആ ഫ്ലവർ തന്നെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം ഒരു ലെയറും കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഡ്രൈ ചെയ്യുക. അതിനുശേഷം വീണ്ടും ഞാനൊരു ഫൈനൽ ലെയർ ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച് നിങ്ങൾ ഡ്രൈ ചെയ്യുക. ഡ്രൈ ചെയ്തതിന് ശേഷം ഞാനിത് ഇളക്കുന്നുണ്ട്. ഇളക്കുമ്പോൾ ആ ഒരു പിടുത്തം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും വാട്ട് കംസ് ദ ഔട്ട്പുട്ട് എന്ന്. അപ്പോൾ മനസ്സിലായില്ലേ, ആ ഒരു ബ്ലൂ സ്റ്റിക്കർ അതിൽ അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. അത് ഭയങ്കര വൃത്തികേടാണ്. ചിലപ്പോൾ നമ്മുടെ ബോർഡറിൽ തന്നെ ആ ഒരു ബ്ലൂ സ്റ്റെയിന് റിമെയിൻ ചെയ്യുന്നതാണ്.
പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇങ്ങനെയുള്ള കേസസ് വരുമ്പോഴത്തേക്കും ഇത് തിരിച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ഇങ്ങനെ ആർക്കെങ്കിലും ഒരു ഡിഫക്റ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് മൊത്തം എടുത്ത് കളയാതെ അതിനെ തിരിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഫ്ലോപ്പായതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഭയങ്കര ഒരു ഹാഫ് മൂൺ തീമിൽ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്തു നോക്കാം. നേരത്തേക്ക് ഞാനിടുന്ന വീഡിയോസിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ കുറച്ചൊന്ന് പിശക് കാണിച്ചു. അത് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെയൊക്കെ നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ളി ഇതുപോലെ അറേഞ്ച് ചെയ്യുക. റെസിൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ക്ഷമ എന്ന് പറയുന്നൊരു സാധനം വേണം. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ഗ്ലൗസും മാസ്കും ഒക്കെ വെയർ ചെയ്യുക. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. കാരണം നാളെ നീളെ എന്ന് പറഞ്ഞ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് എൻ്റെ വീഡിയോസ് എനിക്ക് ബെറ്റർ ആക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. പക്ഷേ എനിക്കിൻ്റെ ഔട്ട്കം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ചെയിൻസിൻ്റെ ഡീറ്റെയിൽസും ഈ ബേസിൽസ് ഇതിൻ്റെ പേര് ബേസിൽസ് ആണ്. ഈ ബേസിൽസ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാനൊരു ക്രാഫ്റ്റ് മാൾ എന്ന് പറയുന്നൊരു ഷോപ്പിൽ നിന്നാണ് ഓൺലൈനായിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ് ഈ ബേസിൽസും ചെയിനും, പിന്നെ അതിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഹുക്ക് പോലത്തെ ഒരു സാധനം. അപ്പോൾ ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറച്ചും കൂടെ നമ്മളെ ബ്രേസ്ലെറ്റിന് പറ്റുന്നതാണ്. ചാല, സോഫൈൻ അങ്ങനത്തെ പോലുള്ള മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, ലവ്ലി ഫാൻസി എന്നൊക്കെ. സോ ഞാൻ ഓൺലൈനിൽ നിന്നാണ് മിക്ക എൻ്റെ റെസിൻ പ്രോഡക്റ്റും ഷോപ്പിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഓൺലൈൻ ക്രാഫ്റ്റ് മാളിൽ നിന്നാണ് ഞാൻ എപ്പോഴും റെസിൻ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ഇന്ന വീഡിയോ